ഐപ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ HSST വിജ്ഞാപനം വന്നത് തന്നെ ഒത്തിരി ഉദ്യോഗാർത്ഥികൾക്ക് വലിയ പ്രതീക്ഷയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ അപേക്ഷിച്ചു, കൺഫർമേഷൻ കൊടുത്തു. നമ്മൾ ഇപ്പോൾ ഡേറ്റ് വന്നു. അതെ, കഴിഞ്ഞ ദിവസം നമ്മുടെ സിലബസും വന്നു. പക്ഷേ സിലബസ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെറുതെ ഉദ്യോഗാർത്ഥികളെ കളിയാക്കുന്ന രീതിയിലാണ് നമ്മുടെ സിലബസ് കേരള PSC ഇട്ടിരിക്കുന്നത്. അതായത് മറ്റു പരീക്ഷകൾക്ക് ചോദിക്കുന്ന അതേ സിലബസ് യാതൊരു മാറ്റവും കൂടാതെ വെറുതെ അങ്ങ് എടുത്തിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ പ്രത്യേകതകൾ. അതായത് ഈ ആദ്യം മേളിൽ ഞാൻ ഈ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഇപ്പോൾ വന്നിരിക്കുന്ന സിലബസിൻ്റെ നോട്ടിഫിക്കേഷനും അതിൻ്റെ ഹെഡിങ്ങും ഒക്കെയാണ്. താഴെ ഒരു കാര്യമുണ്ട്, നമ്മൾ MSc ഫിസിക്സ് യോഗ്യത ഉണ്ടായിരുന്ന ഒത്തിരി ആളുകൾ എഴുതിയ പരീക്ഷയാണ് സയൻറ്റിഫിക് ഓഫീസർ ഇൻ ഫിസിക്സ്. നമ്മുടെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി FSL നടന്ന പരീക്ഷയാണ്. കാറ്റഗറി നമ്പർ 026/2020. ഇതോടൊപ്പം തന്നെ 2020 തന്നെയാണ് നമ്മുടെ കേരള കോളേജുകളിൽ, അതായത് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഫിസിക്സിൻ്റെ PSC പരീക്ഷ നടന്നത്. ഓക്കെ, ഇനി തമാശ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് മൂന്നിനും ഒരേ സിലബസാണ്. ഒരക്ഷരം പോലും ഇതിൻ്റെ അകത്ത് മാറ്റിയിട്ടില്ല. ഏറ്റവും ആദ്യം വന്നത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഫിസിക്സിൻ്റെ സിലബസ് ആയിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് പോരായ്മകളുണ്ടായിരുന്നു. ഇലക്ട്രോ ഡൈനാമിക്സ് ഇല്ല, അതുപോലെ വേണ്ട ടോപ്പിക്കുകളൊന്നും അതിൻ്റെ അകത്തില്ല, വെറുതെ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ. മാത്തമാറ്റിക്കൽ ഫിസിക്സിൻ്റെ സിലബസൊക്കെ ഇൻകംപ്ലീറ്റ് ആണ്. അങ്ങനെ ഒരുപാട് പരാതികൾ ഉയർന്നതാണ് ആ ഒരു സിലബസ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഫിസിക്സ്. പക്ഷേ ഒരു തിരുത്തും അതിൽ വരുത്താതെ കേരള PSC എന്ത് ചെയ്തു, നമ്മുടെ ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് നടന്ന ഗസറ്റ് പോസ്റ്റിലേക്കുള്ള വിജ്ഞാപനമായിരുന്നു അത്, സയൻറ്റിഫിക് ഓഫീസർ ഇൻ ഫിസിക്സ്. അതിനും അതേ സിലബസ് അതേപോലെ തന്നെ മുകളിലെ ഹെഡിങ് മാത്രം മാറ്റിയിട്ട് അതേ സാധനം എടുത്തിട്ടു. ഒരു വ്യത്യാസമില്ല, കാറ്റഗറി നമ്പർ മാറ്റി അത് മാത്രം എടുത്തിട്ടു. ഇപ്പോഴത്തെ വീണ്ടും ഉദ്യോഗാർത്ഥികളെ കേരള PSC കളിയാക്കുന്ന പോലെയാണ്. അതേ സിലബസ് തെറ്റിതിരുത്താതെ വീണ്ടും, അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ ആഡ് ചെയ്യാതെ മോശമുള്ളൊരു സിലബസ് ഈ പറയുന്ന ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഫിസിക്സിലും ഇട്ടിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ സിമിലാരിറ്റീസ് ഒന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഏറ്റവും ആദ്യം കിടക്കുന്നത് നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന സിലബസാണ്. ക്ലാസിക്കൽ മെക്കാനിക്സ് 10 മാർക്കിനുള്ള ചോദ്യം, കൺസ്ട്രെയിൻസ്, ജനറലൈസ്ഡ് കോർഡിനേറ്റ്, DLM പ്രിൻസിപ്പിൾ. രണ്ടാമത് വീണ്ടും ക്ലാസിക്കൽ മെക്കാനിക്സ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഈ പറയുന്ന സയൻറ്റിഫിക് ഓഫീസറിൻ്റെ സിലബസാണ്. അതേ സിലബസാണ്, ഒരു അക്ഷരമോ ഒന്നും ഒരു കോമ പോലും അതിൻ്റെ അകത്ത് മാറിയിട്ടില്ല എന്നേ ഉള്ളൂ, എല്ലാം അതുപോലെ തന്നെ. മൂന്നാമത് കിടക്കുന്നത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഫിസിക്സ് 2020 നടന്ന പരീക്ഷയുടെ സിലബസാണ് ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ. എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു അക്ഷരം മാറിയിട്ടുണ്ടോ? ഒരു കുത്ത് മാറിയിട്ടുണ്ടോ? ഒരു കോമ മാറിയിട്ടുണ്ടോ? ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി നമ്മൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിലാണ് ഏറ്റവും വലിയ പരാതി ഉള്ളത്. കാരണം ഇതിൻ്റെ അകത്ത് മുഴുവൻ സ്പെഷ്യൽ ഫംഗ്ഷൻസ് ആണ്. ഫുറിയർ സീരീസ്, സ്പെഷ്യൽ ഫംഗ്ഷൻസ്, കോംപ്ലക്സ് നമ്പേഴ്സ്. ഇതുകൊണ്ട് മാത്തമാറ്റിക്കൽ ഫിസിക്സ് തീർന്നു എന്നാണ് കേരള PSC പറയുന്നത്. ഇതിൻ്റെ അകത്ത് മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ ആദ്യം പഠിക്കുന്ന വെക്ടേഴ്സാണ്, ആ സാധനം ഇതിൻ്റെ അകത്തില്ല. പിന്നെ നമ്മൾ പഠിക്കുന്നത് മെട്രിക്സുകൾ അല്ലേ, എല്ലാ ആളുകൾക്കും വളരെ ഈസി ആയിട്ടുള്ളതും ഒത്തിരി മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. പക്ഷെ അതൊന്നും ഈ സിലബസിൻ്റെ അകത്തില്ല. സ്പെഷ്യൽ ഫംഗ്ഷൻസ് അങ്ങ് കുത്തി നിറച്ചിരിക്കും അതിൻ്റെ അകത്തേക്ക് അങ്ങ്. മാത്തമാറ്റിക്കൽ മെത്തേഡ് ഇൻ ഫിസിക്സ് ആൻഡ് ഗ്രൂപ്പ് തിയറി. രണ്ടാമത് കിടക്കുന്ന സിലബസ് നമ്മുടെ FSL ആണ്, ഫോറൻസിക് സയൻസ് ലബോറട്ടറി നടന്ന പരീക്ഷ. സെയിം സിലബസ്, കുത്തോ കോമയോ മാറിയിട്ടില്ല. മൂന്നാമത് കിടക്കുന്നത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഫിസിക്സ്, സെയിം സിലബസ്, കുത്തോ കോമയോ മാറിയിട്ടില്ല. ഇനി അതിലും വലിയൊരു തമാശ ഈ സിലബസിൻ്റെ അകത്തുണ്ട്. എന്താണെന്നറിയോ? ഗ്രൂപ്പ് തിയറിന്ന് ഹെഡിങ് ഉണ്ട്, പക്ഷേ ആ ഗ്രൂപ്പ് തിയറിയുടെ ടോപ്പിക്കൊന്നും നമ്മുടെ താഴത്തെ സിലബസിൻ്റെ അകത്ത് എങ്ങും കാണാൻ പറ്റുന്നുണ്ടാവില്ല. ആകെയുള്ളത് ഫുറിയർ സീരീസ്, അങ്ങനെയുള്ള സീരീസുകൾ, കോംപ്ലക്സ് നമ്പേഴ്സ്, സ്പെഷ്യൽ ഫംഗ്ഷൻസ്. പരിപാടി കഴിഞ്ഞു കണ്ടോ. അപ്പോൾ ഹെഡിങ് എഴുതിയിട്ട് താഴെ ഗ്രൂപ്പ് തിയറി എഴുതാൻ മറന്നുപോയതാണെന്ന് തോന്നുന്നു ഈ സിലബസ് ഉണ്ടാക്കിയ ആളെ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇലക്ട്രോണിക്സ് 10 മാർക്കാണ് ഇലക്ട്രോണിക്സിന് ചോദിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയേ, കണ്ടോ, ബയാസിംഗ് ഓഫ് ഫീൽഡ് ഓഫ് എ ട്രാൻസിസ്റ്റർ, സെയിം സിലബസ് വീണ്ടും താഴത്ത്, അതേ സിലബസ് തന്നെ വീണ്ടും താഴത്ത്, ഒരു വ്യത്യാസവും ഇതിൻ്റെ അകത്ത് ഇല്ല എന്നുള്ളതാണ്. കണ്ടോ, അപ്പോൾ സിലബസിൽ ഒരു കുത്തോ കോമയോ പോലും മാറാതെ ആണ് നമ്മുടെ PSC ഓരോ പരീക്ഷകൾക്കും വിജ്ഞാപനങ്ങൾ ഇറക്കുന്നത്. ഈ പറയുന്ന ഓരോന്നിനും ഓരോ ക്വാളിഫിക്കേഷനാണ്. ഇപ്പോൾ കോളേജിലേക്കാണെങ്കിൽ PhD ഉള്ളവർ, നെറ്റുള്ളവർ, MSc PhD നെറ്റൊക്കെ ഉള്ളവരാണ് അപേക്ഷിക്കുന്നത്. ആ നിലവാരത്തിൽ പോകേണ്ട പരീക്ഷയാണ്. ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയായിരുന്നു എന്ന് ഓർത്തിരിക്കണം. ഇനി ആ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയുടെ സിലബസാണ് നേരെ എടുത്ത് മൾട്ടിപ്പിൾ ചോയ്സ് 100 മാർക്കിനുള്ള ഫോറൻസിക് സയൻസ് ലബോറട്ടറിയുടെ സയൻറ്റിഫിക് ഓഫീസറിന് ഫിസിക്സിന് ഇട്ടിരിക്കുന്നത്. ഒരു മാറ്റവും ഇല്ല. അപ്പോൾ നമ്മൾ ആദ്യം ഈ അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ സിലബസ് വന്നപ്പോൾ വിചാരിച്ചിരുന്നത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ സിലബസ് അല്ലേ, ആദ്യമായിട്ട് ഡിസ്ക്രിപ്റ്റീവ് നടന്ന പരീക്ഷയാണ്, പണ്ടൊക്കെ അത് മൾട്ടിപ്പിൾ ചോയ്സ് ഇത്തോളം തൊട്ടാണ് ഡിസ്ക്രിപ്റ്റീവ് ആയത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സിലബസ് വന്നതെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതേ സിലബസ് തന്നെയാണ് ഈ പറയുന്ന സയൻറ്റിഫിക് ഓഫീസറിന് ഫിസിക്സിനും അവരിട്ടത്. മനസ്സിലായോ? ഇപ്പോൾ അതും കടന്ന് MSc നെറ്റ് BEd യോഗ്യതയുള്ളവർക്കുള്ള പരീക്ഷയ്ക്ക് ഇട്ടിരിക്കുന്ന അതേ സിലബസ് തന്നെ വീണ്ടും എടുത്തിട്ടിരിക്കുകയാണ് സയൻറ്റിഫിക് ഓഫീസറിൻ്റെ. എന്നാൽ അതിൽ തെറ്റെങ്കിലും തിരുത്തണ്ടേ?
അല്ലെങ്കിൽ അതിൽ മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടേ? യാതൊരു മോഡിഫിക്കേഷനും ഇല്ല. നമുക്ക് ആവശ്യമില്ലാത്ത 8089ഉം 8051 പോലെയുള്ള മൈക്രോ കൺട്രോളറും മൈക്രോ പ്രോസസ്സറുകളൊക്കെയാണ് ഈ സിലബസിൻ്റെ അകത്തുള്ളത്. ഇനി ഇലക്ട്രോഡൈനാമിക്സ് ഇല്ല എന്ന് പറയുന്നതും ഈ സിലബസിൻ്റെ വലിയ പോരായ്മയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു PSC പരീക്ഷയ്ക്ക് ഇലക്ട്രോഡൈനാമിക്സ് ഇല്ലാത്ത സിലബസ് എന്ന് പറയുമ്പോൾ വലിയ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇനി ഈ സിലബസ് ഒക്കെയാണ് തന്നതെങ്കിലും ഈ പറയുന്ന സയൻറ്റിഫിക് ഓഫീസറിനോ അസിസ്റ്റന്റ് പ്രൊഫസറിനോ ഈ സിലബസുമായിട്ട് ബന്ധപ്പെടാത്ത ഒത്തിരി ചോദ്യങ്ങൾ, അതായത് സയൻറ്റിഫിക് ഓഫീസറാണെങ്കിൽ 10-22 ചോദ്യങ്ങളോളം ഇതിലില്ലാത്ത കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ എന്താ പറയുക, താഴെ ഒരു നോട്ട് ഇട്ടിട്ടായിരിക്കും ഇതാണ് സിലബസ്, പക്ഷേ നിങ്ങൾ PGക്ക് പഠിച്ച എന്താണോ ക്വാളിഫിക്കേഷൻ അതിൽ പഠിച്ച് എന്ത് വേണമെങ്കിലും ഞങ്ങൾക്ക് ചോദിക്കാം എന്നുള്ളതാണ്. അപ്പം ശരിക്കും ഉദ്യോഗാർത്ഥികളെ കളിയാക്കുന്ന രീതിയിലാണ് അവരെന്താണ് പഠിച്ചിട്ടുള്ളതെന്നോ ഏത് സിലബസാണോ അവർ ഫോളോ ചെയ്യേണ്ടതെന്നോ കറക്റ്റായിട്ടൊരു വ്യക്തത തരാതെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ തന്ന് നിങ്ങൾ പഠിച്ചോ ഞങ്ങൾ പരീക്ഷ ഇടും പാസ്സായിക്കോണം, ആരും കേസിന് പോകാതിരിക്കാനാണ് താഴെ നോട്ട് ഇട്ടിരിക്കുന്നത്. ഇതാണ് സിലബസ്, ഇതിൻ്റെ പുറത്തുനിന്ന് വന്നാലും നിങ്ങൾ എഴുതണം, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നാൽ അതനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ എഴുതിക്കണമെന്നാണ് PSC പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാ ഉദ്യോഗാർത്ഥികളാണ്, ഈ കാരണങ്ങളൊന്നും വെച്ചുകൊണ്ട് പഠിക്കാണ്ടിരുന്നാൽ യാതൊരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്, എഫക്റ്റീവായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ PSC ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർ തിരുത്തുന്നില്ല, പക്ഷേ നമുക്ക് ആ തെറ്റിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അടുത്ത വഴി. അപ്പോൾ എന്ത് ചെയ്യുക, കൂടുതൽ ഏകാഗ്രതയോടുകൂടി കൂടുതൽ ശ്രദ്ധിച്ച് ഒരുപാട് ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നുള്ളതാണ്. ഈ സിലബസിനെ വിശ്വസിച്ച് നിങ്ങൾ ഒരിക്കലും നിൽക്കരുത്. പഴയ സിലബസ് കൂടി എടുത്ത് കയ്യിൽ വെച്ചിട്ട് അതുമായിട്ട് ഒത്തു നോക്കിയിട്ടായിരിക്കും. ഒരുപക്ഷെ ഈ ക്വസ്റ്റ്യൻ ഇടുന്ന സമയത്ത് ഈ സിലബസ് ഒന്നും ചിലപ്പോൾ കയ്യിൽ പോലും എടുക്കേണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് PG ലെവലിൽ പഠിച്ചിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ, ഒരുപാടായിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ സിലബസിലില്ലെങ്കിൽ പോലെ നിങ്ങളതിലേക്ക് ഉൾപ്പെടുത്തണം. ഇനി നമ്മുടെ അവസാനത്തെ ഈ സിലബസിൻ്റെ അകത്ത് വേറൊരു തമാശ കൂടി ഉണ്ട് കേട്ടോ, അതുകൂടി ഞാൻ പറയാം. അതുകൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. അതായത് ഈ സിലബസിൻ്റെ അകത്തെ HSST ഫിസിക്സിൻ്റെ സിലബസിൻ്റെ അകത്ത് ആകെ 130 മാർക്കിനാണെന്നാണ് അവർ പറയുന്ന പരീക്ഷ. ഏതെങ്കിലും പരീക്ഷ 130 മാർക്കിന് നടത്തിയിട്ടുണ്ടോ? ഇല്ല, 100 മാർക്കിനാണ്. പക്ഷേ ഇവർക്കൊരു അബദ്ധം പറ്റി. അതായത് ആദ്യത്തെ സിലബസ് എന്ന് പറയുന്നത് 70 മാർക്കിനും, അതായത് സബ്ജക്ട് പാർട്ട് 70 മാർക്കിനും 30 മാർക്ക് ബാക്കി GKയും കാര്യങ്ങളാണ്. പക്ഷേ ഈ സിലബസിൻ്റെ മേളിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയപ്പോൾ ആദ്യം തന്നെ സബ്ജക്ട് പാർട്ടിക്ക് 100 അങ്ങ് ഇട്ട് കൊടുത്തു. പിന്നെ ബാക്കിയുള്ളതിൽ വേറെ എവിടെന്നോ വെട്ടിയെടുത്തുകൊണ്ട് വെച്ചതാണ് ഈ GKയും കാര്യങ്ങളൊക്കെ. അതിന് 30 മാർക്കും കൊടുത്തു. അപ്പോൾ ആ 130 മാർക്കായി. അപ്പോൾ അതിൽ തന്നെ വലിയ തെറ്റാണ്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊന്നും തലയ്ക്കകത്ത് വെക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ മനസ്സിലാക്കുക, ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വളരെ കറക്റ്റായിട്ട് നമുക്കറിയാവുന്ന കണ്ടൻറ്റുകളെല്ലാം നന്നായിട്ട് പഠിക്കുക, അറിയാൻ വയ്യാത്തത് നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ പുതിയ സിലബസും പഴയ സിലബസും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് വളരെ നന്നായിട്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. എല്ലാ ടോപ്പിക്കുകളും വളരെ നന്നായിട്ട് പഠിക്കുക. നമുക്ക് ജോലി കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം, അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രയത്നവും. അപ്പോൾ ഇവിടം വരെയൊക്കെ ആയില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും വലിയ വിഷയമായിട്ട് മനസ്സിൽ വെക്കേണ്ട. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ പഠിത്തം വളരെ നന്നായിട്ട് നിങ്ങളുടേതായ രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പോൾ I+ൻ്റെ കോഴ്സുകളും അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ക്രാഷ് കോഴ്സ്, നമ്മുടെ മെയിൻ ബാച്ച് 10-200 കുട്ടികൾക്ക് മേലുള്ള മെയിൻ ബാച്ച് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ 2 മാസം കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ക്രാഷ് കോഴ്സ് വളരെ അഫോർഡബിൾ ആയിട്ടൊരു എമൗണ്ടിന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ, നമ്മൾ പഴയ സിലബസും പുതിയ സിലബസും രണ്ടും ചേർത്തിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിലുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ നമ്മുടെ കോഴ്സുകൾ സെലക്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. വരുന്ന പരീക്ഷയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.